കാടിന്റെ തണലിൽ പഞ്ചവർണ്ണ തത്തകളും കൊളംബിയൻ കോഴികളും ഫെസന്ററുകളും മുക്കം ഫെസ്റ്റിൽ ശ്രദ്ധ നേടുന്നു. 2 ആഴ്ച പിന്നിട്ട ഫെസ്റ്റിൽ പഞ്ചവർണ്ണ തത്തകൾ ചിറകടിച്ചും കാതടുപ്പിക്കുന്ന ശബ്ദവുമായി കാണികൾക്കിടയിൽ പറന്നു നടക്കുകയാണ്. ഉണക്ക ഇലകൾക്കിടയിലൂടെ കൊളംബിയൻ കോഴികളുടെ ഉലാത്തലും ചൈനയിലെ സുന്ദരി പക്ഷികളായ ഫെസന്ററുകൾ മരക്കൊമ്പുകളിലും നിലത്തുമുള്ള ചാഞ്ചാട്ടം, മനോഹരമായ പ്രകടനവും പറവകൾക്കൊപ്പമുള്ള സഞ്ചാരവും അവിസ്മരണീയമാണ്. അതേസമയം ആമസോൺ ഓപ്പൺ വേയുടെ പെറ്റ് ഷോ അലങ്കാര കോഴികൾ, പ്രാവുകൾ, ലവ് ബേർഡ്സ്, ഓന്ത ഇനത്തിൽപ്പെട്ട മെക്സിക്കൻ ഇഗ്വാന, ആഫ്രിക്കൻ ബാൾ, പെത്തൻ പാമ്പ് തുടങ്ങി 700ഓളം ഇനങ്ങളാണ് ഷോയെ ആകർഷകമാക്കുന്നത്. ഫെസ്റ്റ് നഗരിയിൽ പ്രത്യേകമായ രീതിയിലാണ് ആമസോൺ ഓപ്പൺ ബേർഡ് പെറ്റ് ഷോ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കാടിന്റെ പച്ചപ്പിന് സമാനമായി പനകളും ചെടികളുമൊക്കെ വെച്ചു പിടിപ്പിച്ചതിനാൽ കാഴ്ചക്കാർക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണിത്. കേരളത്തിൽ 2ാം തവണയാണ് ആമസോൺ ഓപ്പൺ ബേർഡ് പെറ്റ് ഷോ സംഘടിപ്പിക്കുന്നതെന്ന് മേധാവി ബ്രിജേഷ് കായക്കുളം എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആദ്യ ഷോ എറണാകുളം മറൈനിലാണ് നടത്തിയത്. 2ാമത്തെ ഷോയാണ് മുക്കം ഫെസ്റ്റിലുള്ളത്. പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ദിവസവും ശരാശരി 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാടിന് നടുവിലൂടെ നടപ്പാതയിലൂടെ സന്ദർശകർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. സന്ദർശകരോട് കിന്നാരം പറയാൻ പറവകളും ഒപ്പമുണ്ടാകും. ചിറകുകൾ തളരുമ്പോൾ ഇവർ കാണികളുടെ ചുമലിൽ അഭയം തേടുന്ന കാഴ്ചയും കൗതുകകരമാണ്. ഈ സമയം പറവകൾക്കൊപ്പം സെൽഫി എടുക്കാനുള്ള സൗകര്യവുമുണ്ട്. അഗ്നിരക്ഷാസേനയുടെ രക്ഷാപ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നവീന ഉപകരണങ്ങളും പരിചയപ്പെടുത്തുന്ന സ്റ്റോളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഡിസൈൻ മേഖലയിൽ പുതിയ വാതായനങ്ങൾ തുറന്നിട്ട് KMCTയുടെ സ്റ്റോളും നഗരിയിൽ സവിശേഷതയുണർത്തുന്നു. ദിവസവുമുള്ള കലാവിരുന്നും ഫെസ്റ്റിനെ ആകർഷകമാക്കുന്നു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.